നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് NCCERT ക്ലാസ് ആണ് പഠിക്കാൻ പോകുന്നത്. NCCERT +1 +2 ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ചാപ്റ്ററായി നമ്മൾ ഇന്നലെ പഠിക്കാൻ തുടങ്ങി അല്ലേ. ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പരമാവധി കൂട്ടുകാരിലേക്ക് ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ഇന്നലെ പഠിച്ചു. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ ഭരണഘടന കടം കൊണ്ടവ എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് പഠിച്ചത് അല്ലെ. എല്ലാവരും ക്ലാസ് കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം എന്ന ഭാഗമാണ്. അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കണം, അല്ലെങ്കിൽ ഒരു ഭരണഘടന രൂപീകരിച്ചത് ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഭരണഘടനാ നിർമ്മാണ സഭയാണ് അല്ലെ. ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. അപ്പോ ഈ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ക്യാബിനറ്റ് മിഷന്റെ വർഷം എപ്പോഴാണ്? 1946 1946 ക്യാബിനറ്റ് മിഷൻ അല്ലെ, ക്യാബിനറ്റ് ദൗത്യം, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അപ്പൊ ഈ ഭരണഘടനാ നിർമ്മാണ സഭയാണ് നമുക്ക് എന്ത് രൂപീകരിച്ചു തന്നത്? ഭരണഘടന എന്ന ആശയം രൂപീകരിച്ചു തന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് അത്. ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിയമസഭകൾ രൂപീകരിച്ചത്. അപ്പൊ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിയമസഭകൾ രൂപീകരിച്ചത് ഏതിന്റെ ബലത്തിലാണ് എന്ന് ചോദിച്ചാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിയമസഭകൾ രൂപീകൃതമായത് എന്ന് പഠിച്ചു വെക്കുക. അപ്പോ ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടന്നത്? ജനസംഖ്യ ആനുപാതികമായിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ സീറ്റുകൾ വിഭജിച്ച് നൽകിയത് അല്ലെ. തെരഞ്ഞെടുപ്പിലൂടെയാണ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ സീറ്റുകൾ വിഭജിച്ച് നൽകിയത് ജനസംഖ്യ ആനുപാതികമായിട്ടാണ്. അപ്പൊ പ്രസ്താവന രീതിയിലൊക്കെ നമുക്ക് ഇപ്പൊ ഒരു ഓപ്ഷനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സീറ്റുകൾ വിഭജിച്ച് നൽകിയത് ജനസംഖ്യ ആനുപാതികമായിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ റേഷ്യോ? അതായത് 10 ലക്ഷം പേർക്ക് ഒരാൾ അല്ലെ, 10 ലക്ഷം ഈസ്റ്റു 1 എന്ന നിരക്കിലാണ് ജനസംഖ്യ ആനുപാതികമായി സീറ്റുകൾ വിഭജിച്ച് നൽകിയത്. 10 ലക്ഷം ഈസ്റ്റു 1, 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന രീതിയിലാണ് സീറ്റുകൾ നൽകിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എങ്ങനെയാണ് സീറ്റുകൾ ഏത് വിഭാഗക്കാർക്കാണ് നൽകിയെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ, സിഖുകാർ, പിന്നെ പൊതുവിഭാഗം, ഇങ്ങനെ 3ആയി വിഭജിച്ചിട്ടാണ് നൽകിയത്. മുസ്ലിങ്ങൾക്ക് കുറച്ച് സീറ്റ്, സിഖുകാർക്ക് കുറച്ച് സീറ്റ്, പിന്നെ ബാക്കിയുള്ളത് പൊതുവിഭാഗത്തിന്. ഈ രീതിയിലാണ് നൽകിയത് എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമാകാൻ കാരണം അല്ലെങ്കിൽ രൂപീകരിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് എന്ന് പഠിച്ചു വെക്കുക. 1946 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അതുപോലെ തന്നെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിയമസഭകൾ രൂപീകരിച്ചത്. പിന്നെയോ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് അല്ലെങ്കിൽ സീറ്റുകൾ വിഭജിച്ച് നൽകിയത് ജനസംഖ്യ ആനുപാതികമായിട്ടാണ്. ഏത് റേഷ്യോയിലാണത്? 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന രീതിയിലാണ് സീറ്റ് നൽകിയത്. മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം, ഇങ്ങനെ 3ആയി തിരിച്ചിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ സീറ്റുകൾ വിഭജിച്ച് നൽകുകയും തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തത് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണമാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്നും PSC നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചു പഠിക്കുക. ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് രൂപീകരണം, അതിന്റെ രൂപീകരണത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1946 ജൂലൈ മാസത്തിലാണ്. എപ്പോഴാണ്? 1946 ജൂലൈ മാസത്തിലാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് എന്ത് നടന്നത്? തെരഞ്ഞെടുപ്പ് നടന്നത്.
ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് എപ്പോഴാണ്? 1946 ഡിസംബർ 6-നാണ് അല്ലെ. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. എന്നാൽ അതിന്റെ ആദ്യത്തെ സമ്മേളനം നടന്ന വർഷം 1946 ഡിസംബർ 9-നാണ്. രൂപീകൃതമായത് ഡിസംബർ 6-നാണ്. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അല്ലെ, 6, 7, 9ാമത്തെ ദിവസം ഡിസംബർ 9-നാണ് ആദ്യത്തെ സമ്മേളനം നടന്നത്. ഈ ഡേറ്റ് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആദ്യത്തെ സമ്മേളനത്തിൽ തന്നെ താൽക്കാലികമായ ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരുന്നു. താൽക്കാലികമായ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് അല്ലെ. താൽക്കാലിക പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. എന്നാൽ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇതും പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് രണ്ടും. താൽക്കാലിക പ്രസിഡന്റ് ആണ് ആര്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പൊ ഈ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുത്ത വർഷമാണ് 1946 ഡിസംബർ 11 അല്ലെ. പിന്നെയും 2 ദിവസം കഴിഞ്ഞിട്ട് ഡിസംബർ 9-നായിരുന്നു ആദ്യത്തെ സമ്മേളനം. ഡിസംബർ 6-ന് രൂപീകൃതമായി. ഡിസംബർ 11-ന് സ്ഥിരം അധ്യക്ഷനായി ആര് തെരഞ്ഞെടുത്തു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. അടുത്ത പോയിന്റ് ആണ് 1947 മൗണ്ട് ബാറ്റൺ പദ്ധതി. ഇപ്പൊ കഴിഞ്ഞ LDCയിൽ നമുക്ക് ഈ ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ. 1947 മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോ ഈ 1947 മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരമാണ് നമുക്ക് ഇന്ത്യ പാക് വിഭജനം നടന്നത് എന്ന് പഠിച്ചു വെക്കാം. ഇന്ത്യയും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിച്ചത് 1947 മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരമാണ്. അപ്പൊ ഈ പദ്ധതി പ്രകാരം ഇന്ത്യ വിഭജിച്ചു അല്ലെ. ഇന്ത്യയെയും പാകിസ്ഥാൻ ഇങ്ങനെ 2ആയി വിഭജിച്ച സമയത്ത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ പാകിസ്ഥാനിലേക്ക് കുറെ പേര് പോയി. അതിൽ അംഗങ്ങളായവരിൽ കുറെ പേര് എങ്ങോട്ട് പോയി? പാകിസ്ഥാനിലേക്ക് പോയി. അങ്ങനെ ഇതിന്റെ അംഗസംഖ്യ കുറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ പഠിക്കാം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യയാണ് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? 389 പേരായിരുന്നു അല്ലെ. ആകെ അംഗസംഖ്യ ചോദിച്ചാൽ അത് 389 പേരാണ്. ഇത് പഠിച്ചു വെക്കുക. എങ്ങനെയാണ് ഈ 389 പേര് വന്നത്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്നും 292 അംഗങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്നും എത്രയാണ്? 292 അല്ലെ. 2 സൈഡിലും നമുക്ക് 2 ആണ്. അപ്പൊ നടുവിൽ 9 ആണ്. അതൊന്ന് ഓർമ്മിച്ചു വെച്ചാൽ മതി. 292 പേരെയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്നും തെരഞ്ഞെടുത്തത്. പിന്നെ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്നും 4 പേരെയാണ് തെരഞ്ഞെടുത്തത്. എത്രയാണ്? ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്നും 4 പേര്. അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങൾക്ക് പ്രതിനിധീകരിച്ചെത്തിയത് എത്ര പേരാണ്? 93 പേരാണ്. നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93 പേരാണ്. അപ്പൊ ഇത് നമുക്കൊന്ന് കൂട്ടി നോക്കാം. 4, 3, 7, 8, 9, 9, 18, 8, ബാക്കി 1, 2, 1, 3. ടോട്ടൽ എത്രയായി? 389 പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗസംഖ്യ. അപ്പൊ എങ്ങനെയാണ് അത് വിഭജിച്ചത്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്നും 292 പേരും പിന്നെ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 4 പേരും നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 പേരുമാണ് ഉണ്ടായത്. അങ്ങനെ ടോട്ടൽ എത്രയായി? 389 പേര്. അപ്പൊ ഇത് കൃത്യമായി പഠിച്ചു വെക്കണം. ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടാണ് PSC ചോദിക്കുക. പിന്നെയോ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 296 പേരാണ് എന്ന് പഠിച്ചു വെക്കുക. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് 296 പേരാണ്. ആ പ്രസ്താവന ശരിയാണ് എന്നാണ് PSC പറഞ്ഞത്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 296 ആണ് എന്ന് പഠിച്ചു വെക്കുക. പട്ടിക വിഭാഗത്തിൽ നിന്നും 28 പേരെ തെരഞ്ഞെടുത്തു. ഇത് NCERT പോയിന്റ് ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പട്ടിക വിഭാഗത്തിൽ നിന്നും 28 പേര് തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ 1947 മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം ഇന്ത്യ പാക് വിഭജനം നടന്നു അല്ലെ. അപ്പൊ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഈ അംഗസംഖ്യ എത്രയായി കുറഞ്ഞു? 299 കുറഞ്ഞു എന്ന് പഠിച്ചു വെക്കണം. ആദ്യം നമുക്ക് എത്ര ഉണ്ടായിരുന്നത്?
389 പേരാണ് അല്ലെ. ഇന്ത്യ വിഭജനത്തിന് ശേഷം അത് എത്രയായി കുറഞ്ഞു? 299 പേരായി കുറഞ്ഞു. അപ്പൊ ഇത് PSC 199 എന്ന് കൊടുത്തിട്ട് ഒരു ചോദ്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മാറിപ്പോരുത്. 199 അല്ല, ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം എത്രയായിരുന്നു? 299 പേരായിട്ടാണ് കുറഞ്ഞത്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒപ്പുവെച്ച അംഗങ്ങൾ എത്രയാണ്? 284 പേരാണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 284 പേരാണ് നിർമ്മാണ സഭയിൽ ഒപ്പുവെച്ചത്. എങ്ങനെ പഠിക്കാം? ഇങ്ങനെ പഠിച്ചാൽ മതി. 2ന്റെ ഇരട്ടിയാണ് 4, 4ന്റെ ഇരട്ടിയാണ് 8 അല്ലെ. ഇതുപോലെ ഒന്ന് മനസ്സിൽ ഓർമ്മിച്ചാൽ മതി. 2ന്റെ ഇരട്ടി 4, പിന്നെ തിരിച്ചിങ്ങോട്ട് 4ന്റെ ഇരട്ടി 8. അപ്പൊ 284 പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒപ്പുവെച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായല്ലോ. നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93 പേരെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു അല്ലെ. അതെങ്ങനെയാണ്? അതായത് നാട്ടുരാജ്യങ്ങളിൽ നിന്നും കൂടിയാലോചനകളിലൂടെയാണ് 93 പേരെ തെരഞ്ഞെടുത്തത്. അതൊന്ന് ഓർത്തു വെക്കുക. നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധീകരിച്ചു വന്ന ആ 93 പേരെയും എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്? കൂടിയാലോചനകളിലൂടെയാണ് എന്ന് ഓർത്തു വെക്കുക. പിന്നെ നമുക്ക് കോൺഗ്രസിനായിരുന്നു പ്രാമുഖ്യം അല്ലെ. 82% സീറ്റ് നേടി. ആരാണ് ഭൂരിപക്ഷത്തോടെ വിജയിച്ചത്? കോൺഗ്രസ് ആണ് അല്ലെ. കോൺഗ്രസ് ആണ് 82% സീറ്റ് നേടി ഭൂരിപക്ഷം നേടിയത്. അതുപോലെ തന്നെ വിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ച വർഷം എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 14 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന്റെ തലേ ദിവസം അല്ലെ. അപ്പൊ ആ ദിവസമാണ് വിഭക്ത ഇന്ത്യയുടെ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ചതിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 14 ഈ ഡേറ്റ് ഒന്ന് ഓർത്തു വെക്കണം. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് ഏത് സമ്പ്രദായം വഴിയാണ് എന്ന് ചോദിച്ചാൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം വഴി കൈമാറ്റം ചെയ്യാവുന്ന ഏക വോട്ട് അല്ലെ. കൈമാറ്റം ചെയ്യാം. നമ്മുടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം വഴിയാണ്. അപ്പോ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം വഴി കൈമാറ്റം ചെയ്യാവുന്ന ഏക വോട്ട് വഴിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആകെ അംഗസംഖ്യ 389 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 292, 4 പേര് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്നും, പിന്നെ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 പേര്. അങ്ങനെ മൊത്തം ടോട്ടൽ എത്രയായി? 389. പിന്നെയോ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 296, പട്ടിക വിഭാഗത്തിൽ നിന്നും 28 പേര്. ആകെ എത്ര പേരാണ് ഒപ്പുവെച്ചത്? 284 പേര്. പിന്നെ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഈ അംഗസംഖ്യ എത്രയായി കുറഞ്ഞു? 299 കുറഞ്ഞു. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് കോൺഗ്രസ് ആണ്. 82% സീറ്റാണ് അവർ നേടിയത്. പിന്നെ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം വഴി ഏക വോട്ട് അല്ലെ, കൈമാറ്റം ചെയ്യാവുന്ന ഏക വോട്ട് വഴിയാണ് എന്ത് നടന്നത്? ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണം വളരെ കൃത്യമായി നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിന്റെ ബാക്കി ലക്ഷ്യപ്രമേയവും അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ്, പ്രധാനപ്പെട്ട കമ്മിറ്റികളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്